Hello guys, subscribe this Sai Bro channel. He is very nice man. He is very gentleman. So you can easily subscribe his channel. നിങ്ങൾ ആ ചിരി കണ്ടില്ല. പിന്നെ ഞാൻ എന്താ പുള്ളിയോട് പറയുക? ഇതൊന്നും ഞാൻ പറഞ്ഞ് പഠിപ്പിച്ച് പറയിപ്പിക്കുന്നതൊന്നുമല്ല, അങ്ങനെ കരുതണ്ട. പുള്ളി എന്നെ കണ്ടിട്ട് പറഞ്ഞതാണ്. അപ്പോൾ എന്തായാലും ഇന്ന് നമ്മൾ ഒരു യാത്ര പോകുന്നത് ഒരു കുന്നിൻ്റെ മുകളിലേക്കാണ് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു നേപ്പാളിൻ്റെ ഗ്രാമഭംഗി അത്രത്തോളം നമുക്ക് ആസ്വദിച്ചുകൊണ്ട് ആ ഒരു കുന്നിൻ്റെ മുകളിലേക്ക് ഉള്ള യാത്രയിലാണ്. ഇപ്പം ഞാൻ അതിനടുത്ത് വരെ ഒരു ബൈക്കിൽ ഇൻഡ്രൈവിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടുത്തെ കാഴ്ചകളെന്ന് പറയുന്നത് മനോഹരമായിട്ടുള്ള ഗ്രാമീണ കാഴ്ചകളാണ്. ഈ ഒരു ബൈക്കിൽ നമ്മളിങ്ങനെ പോകുമ്പോൾ രണ്ട് വശത്തും മഴക്കാറൊക്കെ ആയിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന കാഴ്ചകളെന്ന് പറയുന്നത് നമ്മൾ കേരളത്തിൽ എവിടേക്കോ സഞ്ചരിക്കുന്ന ഒരു ഫീല് നമുക്ക് കിട്ടും. ഒപ്പം തന്നെ കേരളം ചില സമയത്തൊന്നും നമുക്ക് കേരളത്തിനപ്പുറത്തേക്കുള്ളൊരു സൗന്ദര്യം നമ്മുടെ ഈ യാത്രയിൽ എനിക്ക് കാണാനായിട്ട് പറ്റി. അതുതന്നെയാണ് ഈ ഒരു നേപ്പാളി ഗ്രാമങ്ങളിലൂടെയുള്ള യാത്രയിൽ നമുക്ക് ഉടനീളമായിട്ട് ദൃശ്യമാവുക. ആ ഒരു ഹിമാലയത്തിൻ്റെ ഹിമാലയത്തിൻ്റെ കീഴിലെ കിടക്കുന്ന ഈ ഒരു ഗ്രാമങ്ങളിലൊക്കെ അത്തരം വിശുദ്ധിയും സൗന്ദര്യവും ഒക്കെ നിറഞ്ഞു നിൽക്കുന്ന കാഴ്ചകൾ തന്നെയാണ് എനിക്ക് ഈ ഒരു യാത്രയിൽ നേപ്പാളിൽ ഉടനീളം എനിക്ക് കാണാനായിട്ട് പറ്റിയത്. വേറൊരു കാര്യം എന്ന് പറയുന്നത്, ഒരു 10-25 വർഷങ്ങൾക്ക് മുന്നേ, ഒരു 20 വർഷങ്ങൾക്ക് മുന്നേ നമ്മൾ കേരളത്തിലൂടെ ആ ഒരു കേരളത്തിൻ്റെ ഗ്രാമീണ ഭംഗി വയലും ഒക്കെ ആയിട്ടുണ്ടായിരുന്ന ഒരു ഫീല് കിട്ടാൻ ഈ ഒരു യാത്ര എന്നെ സഹായിച്ചു എന്നത് വളരെ സത്യസന്ധമായി പറയേണ്ട ഒരു കാര്യം കൂടിയാണ്. എവിടേക്കോ നമുക്ക് കേരളത്തിൻ്റെ ആ പഴയകാല ഓർമ്മകൾ ഇതിലൂടെ ഇങ്ങനെ സഞ്ചരിച്ച് പോകുമ്പോൾ നമ്മുടെ നാട് തന്നെയാണെന്നുള്ളൊരു ഫീല്. കാരണം നമ്മുടെ ആ പഴയ ഓർമ്മകൾ, പഴയ നാട്ടിൻപുറത്തെ കാഴ്ചകളൊക്കെ ഇപ്പം നമ്മൾ പാലക്കാടൊക്കെ പോയി കഴിഞ്ഞാൽ, കൊല്ലങ്കോട് ഭാഗത്ത്, പാലക്കാട് ചില സ്ഥലങ്ങളിലൊക്കെ ഇത്തരം കാഴ്ചകൾ നമുക്ക് കാണാൻ പറ്റും. ആ ഒരു ഗ്രാമീണ ഭംഗി അതേപടി നിലനിർത്തിക്കൊണ്ട് ഇവിടെ അത്തരം കാഴ്ചകളിലൂടെയാണ് നമ്മൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ ഇപ്പോൾ നേപ്പാളിൻ്റെ കാഠ്മണ്ഡുവിൻ്റെ പ്രാന്തപ്രദേശത്തിൽ നിന്നും കുറച്ച് മാറിയിട്ട് ഒരു കുന്നിൻ മുകളിലെ ഒരു ബുദ്ധൻ്റെ അമ്പലം കാണാനായിട്ടാണ് പോകുന്നത്. ആ ഒരു കുന്നിൻ മുകളിലെ ബുദ്ധൻ്റെ അമ്പലത്തിൽ നിന്ന് നോക്കിയാൽ ഈ കാഠ്മണ്ഡു മൊത്തം നമുക്ക് അവിടെ നിന്ന് കാണാൻ പറ്റും എന്നതാണ് അതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത. അപ്പോൾ ആ ഒരു യാത്രയിലാണ് നിങ്ങൾ എൻ്റെ ഒപ്പം കൂടുക. ഒപ്പം കമൻറ്റ് ചെയ്യുക, എന്താണ് നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമൻറ്റ് ചെയ്ത് ഏത് രീതിയിൽ നമുക്ക് വീഡിയോ മെച്ചപ്പെടുത്താൻ പറ്റുമെന്ന് നിങ്ങളുടെ മനസ്സിൽ നിന്ന് തോന്നുന്ന ആശയങ്ങൾ തീർച്ചയായിട്ടും നമ്മുടെ വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്യണമെന്നൊരു അഭ്യർത്ഥന കൂടിയുണ്ട്. ഇതൊരു ലോങ് വീഡിയോ ആണ്. നിങ്ങൾക്കിത് ഇടയ്ക്കൊക്കെ വെച്ച് നിർത്തി വീണ്ടും കാണാൻ പറ്റുന്ന ഒരു വീഡിയോ ആയിട്ട് ഞാനിതിന് മാറ്റിയെടുത്തിട്ടുണ്ട്. കാരണം വേറെ ഒന്നുമല്ല, ഈ ഒരു ഗ്രാമത്തിൻ്റെ ഭംഗി ഇങ്ങനെ നമ്മൾ ഇതിലൂടെ ആസ്വദിച്ച് കടന്നു പോകാൻ നിങ്ങൾക്ക് നമ്മളിങ്ങനെ സ്കിപ്പ് ചെയ്ത് പോകുന്നതിനേക്കാൾ നല്ലത് ഈ രണ്ട് വശത്തെ കാഴ്ചകൾ നമ്മളെ ഏറ്റവും കൂടുതൽ മനസ്സിന് സന്തോഷം നൽകുന്ന ആ ഒരു ഫീലാണ് ഈ ഒരു യാത്രയിലുടനീളം എനിക്ക് കിട്ടിയത്. നിങ്ങൾക്കും ആ ഒരു ഫീൽ കിട്ടട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അപ്പം നമ്മൾ ആ ഒരു ക്ഷേത്രത്തിലേക്കുള്ള യാത്രയാണ്, ബുദ്ധൻ്റെ ക്ഷേത്രത്തിലേക്ക്. അതിന് മുന്നോടിയായിട്ട് നമ്മൾ ചെറിയ ചെറിയ സ്ഥലങ്ങളൊക്കെ, ഇവിടെ അടുത്തുള്ള സ്ഥലങ്ങളൊക്കെ ഒന്ന് പോയി കണ്ട് ആ ഗ്രാമത്തിൻ്റെ വിശുദ്ധിയൊക്കെ കണ്ട് തൊട്ടറിഞ്ഞുകൊണ്ടുള്ള ഒരു യാത്രയാണ് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. പ്രകൃതി ശരിക്കും കനിഞ്ഞ് അനുഗ്രഹിച്ച ഒരു നാടാണ് ഈ നേപ്പാൾ എന്ന് പറയുന്നത്. അവരത് ശരിക്കും മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് കേട്ടോ. നമ്മുടെ നാട്ടിലെ മാതിരിയല്ല, അത് മെയിൻറ്റെയിൻ ചെയ്ത് നിലനിർത്തുന്നുണ്ട്. ടൂറിസത്തിനായാലും എന്തിനായാലും അവരുടെ ആ ഒരു പ്രകൃതിയെ അവർ ഒരിക്കലും നോവിക്കുന്നില്ല. അതിനെ അതേപടി നിലനിർത്തുന്നത് കൊണ്ട് തന്നെയാണ് ഇവിടുത്തെ ഈ ഒരു ഭംഗി ഇത്രത്തോളം നമുക്ക് ആസ്വദിക്കാനായിട്ട് പറ്റുന്നത്. ആ പ്രകൃതിക്ക് അനുസൃതമായിട്ടുള്ള പ്രവർത്തനങ്ങൾ തന്നെയാണ് ഈ ഒരു രാജ്യം ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് വേണമെങ്കിൽ പറയാം. ചെറിയ വലിയ കെട്ടിടങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കൂടി അവരുടേതായ ആ ഒരു രീതിയിൽ അത് മെയിൻറ്റെയിൻ ചെയ്തു പോകുന്നു. ഞാനുള്ളത് ഒരു റിസോർട്ടിൻ്റെ അടുത്താണ്. അപ്പോൾ ജസ്റ്റ് അതിനൊഴിക്കൊന്ന് കയറാൻ ശ്രമിച്ചപ്പോഴാണ് ഇദ്ദേഹം എന്നെ തടഞ്ഞത്. ഇതൊരു റിസോർട്ടാണ്. ആ പോകുന്ന വഴിക്ക് ഞാൻ കണ്ട ഒരു കുറേയേറെ റിസോർട്ടുകൾ കണ്ടു. അതിലൊരു റിസോർട്ടാണ് ഇതിപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പിന്നെ അപ്പോൾ അതിനിടയ്ക്ക് പുള്ളിക്കാരൻ എന്നെ അങ്ങോട്ടേക്ക് കയറ്റിയില്ല. അപ്പോൾ ഞാൻ തിരിച്ച് അതിൻ്റെ രംഗങ്ങളൊക്കെ കുറച്ച് ഷൂട്ട് ചെയ്തുകൊണ്ട് വീണ്ടും താഴേക്ക് ഇറങ്ങി നടക്കുന്ന ഒരു കാഴ്ചയാണ് നിങ്ങൾ കണ്ടത്.
കുറച്ച് മുകളിലേക്കൊക്കെ കയറി അവിടുത്തെ കുറച്ച് കാഴ്ചകളൊക്കെ എടുക്കാമെന്ന് കരുതിയിട്ടാണ്, ഗ്രാമത്തിൻ്റെ കാഴ്ചകളൊക്കെ എടുക്കാമെന്ന് കരുതിയിട്ടാണ് ഞാൻ ആ കുന്നിൻ മുകളിലെ ഇടുങ്ങിയ വഴികളിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് ഈ ഒരു കാഴ്ചകളിൽ നിന്ന് തന്നെ മനസ്സിലാവുമല്ലോ എത്രത്തോളം പ്രകൃതിയാൽ അനുഗ്രഹിക്കപ്പെട്ട ഒരു രാജ്യമാണ് നേപ്പാളെന്ന്. അവിടുത്തെ ജനങ്ങളുടെ ജീവിത രീതി ഇതിനോട് സ്വാധീനിച്ചിട്ട് തന്നെ അവർ നല്ല രീതിയിൽ ഇപ്പം നമ്മൾ ഈ കാണുന്ന വീടുണ്ടല്ലോ, ഞാൻ ശരിക്കും കേരളത്തിലൊരു വീട് പോലെ എനിക്ക് തോന്നി. അതുകൊണ്ടാണ് ഞാനത് ഷൂട്ട് ചെയ്ത്. ശരിക്കും നമ്മുടെ വീടിനോട് വളരെ സാമ്യമുണ്ട് ഇപ്പോൾ ഇവിടെ കയറുന്ന പുതിയ വീടുകൾ അധികവും. കാരണം മലയാളിയും നേപ്പാളിയും ഒക്കെ ഈ ദുബായിൽ വെച്ച് സംഗമിച്ചിട്ട് അവരുടെ ഒരു രൂപരേഖ തയ്യാറാക്കി വരച്ചതായിരിക്കും ഈ വീടൊക്കെ എന്ന് എനിക്ക് തോന്നിപ്പോവുകയാണ്. ഓരോ വീടിന് മുന്നിലും നമ്മുടെ ചോളകത്തിൻ്റെ ചെടി കാണാം. ഇവിടെ മെയിൻ റോഡിലാണ് കേട്ടോ, നടു റോഡിലാണ് ഇവിടെ ഈ ചോളകം ഉണക്കാനായിട്ട് ഇട്ടിരിക്കുന്നു. പണ്ട് കാലത്ത് നമ്മുടെയൊക്കെ ആ ഗ്രാമപ്രദേശങ്ങളിലൊക്കെ ഇതേപോലെ മുളകും അതുപോലുള്ള കാര്യങ്ങളൊക്കെ റോഡ് സൈഡിലായിട്ട് ഉണക്കാനിട്ടിരിക്കുന്ന കാഴ്ചകൾ ഒരു നൊസ്റ്റാൾജിക് ഫീലായിട്ട് ഇത് കാണുന്ന ആ ഒരു ആളുകൾക്ക് കിട്ടുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പം ഞാനൊരു വീടിൻ്റെ മുന്നിലൂടെ കടന്നു പോകുമ്പോൾ കണ്ട കാഴ്ചയാണ്. ഇവിടെ ഇങ്ങനെ ചോളകം ഉണക്കാനിട്ടിട്ടുണ്ട്. എന്ത് ഭംഗിയാണെന്നറിയോ ഇവിടുത്തെ ഒരു കാഴ്ച എന്ന് പറയുന്നത്. ആ മലകളൊക്കെ ഇങ്ങനെ ഇവിടുന്ന് നോക്കുമ്പോൾ ആ ഒരു മഴയൊക്കെ ഇങ്ങനെ പെയ്യാനായിട്ട് എത്തി നിൽക്കുന്ന ഒരു, അപ്പോൾ എനിക്ക് സ്കൂളിലേക്കൊക്കെ നമ്മൾ പണ്ട് സ്കൂളിലേക്കൊക്കെ പോകുന്ന ഒരു സമയത്തെ കാഴ്ചയാണ് എനിക്ക് ഓർമ്മ വന്നത്. ഇപ്പോൾ ഒരു വീടിന് മുന്നിൽ ഞാൻ നിൽക്കുമ്പോൾ എനിക്ക് കാണാൻ കഴിയുന്നത് ഇവിടെ നമ്മുടെ പയറില്ലേ, പയറിൻ്റെ വിത്തിനാണെന്ന് തോന്നുന്നു. പയറും അതുപോലെ തന്നെ അതിൻ്റെ വിത്തും വെയിലത്ത് വെച്ചിട്ട് ഇവർ ഉണക്കുന്നുണ്ട്. പിന്നെ ഇവിടെ ചോളകം ആ വീടിൻ്റെ മുന്നിൽ ഇങ്ങനെ കെട്ടി തൂക്കിയിട്ടുണ്ട്. ഇവിടെ തന്നെ അതിൻ്റെ നേരെ ഫ്രണ്ടിൽ തന്നെ ചോളകം അതേപോലെ ഉണക്കുന്നുണ്ട്. ചോളകം മണിമണിയാക്കിയിട്ട് ഉണക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ആ ഒരു പഴയ കാഴ്ചകൾ എന്ന് പറയുന്നത്. ശരിക്കും നമ്മൾ നമ്മുടെ ഗ്രാമങ്ങളിലൂടെയൊക്കെ ഒരു 10-20 വർഷങ്ങൾക്ക് മുന്നേ നടന്നു പോയ ഓരോ വ്യക്തികൾക്കും ഇത്തരം അനുഭവങ്ങൾ ഫീൽ ചെയ്യുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ന്യൂ ജനറേഷൻ ആളുകൾക്കൊന്നും അത്തരം അനുഭവങ്ങൾ ഉണ്ടാവില്ല. പക്ഷേ എന്നെപ്പോലുള്ള ആളുകൾക്ക് ഇത്തരം അനുഭവങ്ങൾ ഉണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇത്തരം കാര്യങ്ങൾ ഞാൻ ഷൂട്ട് ചെയ്യുന്നതും. അപ്പോൾ ഈ ഒരു വീടിന് മുന്നിലൂടെയാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഇപ്പോൾ ഇവിടുത്തെ കാഴ്ചയാണ് നിങ്ങൾ കണ്ടത്. ഈ ഒരു ഗ്രാമത്തിൻ്റെ ശരിക്കും ഭംഗി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നിന്ന് നമുക്ക് കാണാനായിട്ട് പറ്റും. ആ ഒരു മേഖല മൊത്തം നല്ല പച്ചപ്പായിട്ട് കാണാനായിട്ട് പറ്റും. അതുപോലെ തന്നെ നമ്മുടെ സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് നമ്മൾ കുളിച്ചിരുന്ന അതേപോലെ തന്നെ ഇവിടെ കുറേ പയ്യന്മാരിങ്ങനെ കുളിക്കുന്നുണ്ട്. ഇന്ന് സ്കൂളിൽ ലീവാണെന്ന് തോന്നുന്നു. അതുപോലെ തന്നെ കുറേ പട്ടാളക്കാർ അവർ തോക്കൊക്കെ പിടിച്ചിട്ട് അങ്ങനെ ആ ഒരു കുന്നിറങ്ങി വരുന്ന കാഴ്ചകളും എനിക്കിവിടെ കാണാനായിട്ട് പറ്റുന്നുണ്ട്. അത്തരത്തിലെല്ലാം കൊണ്ടും പ്രകൃതി രമണീയമായിട്ടുള്ളൊരു കാഴ്ചകളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഞാൻ അല്പനേരം വിശ്രമിക്കാനിരുന്ന ഒരു അമ്പലമാണ് കേട്ടോ, ശിവൻ്റെ അമ്പലമാണ്. അപ്പോൾ അതിൻ്റെ ആ ഒരു കോമ്പൗണ്ടിൽ ആളുകൾക്ക് ഇരിക്കാനായിട്ട് അവരൊരു സ്ഥലം ഒരുക്കിയിട്ടുണ്ട്. ആ ഭാഗത്താണ് ഒരു പട്ടി പ്രസവിച്ചിട്ട് കിടക്കുന്നുണ്ട്. പട്ടിയെ കാണുന്നില്ല, കുട്ടികൾ കുറേ ഉണ്ട്. അപ്പോൾ അവറ്റങ്ങളെ എടുത്തിട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുന്ന കുറേ പയ്യന്മാരാണ്. അപ്പോൾ ചില ആൾക്കാർ അവർ കൊണ്ടുപോയിട്ട് തിരിച്ചു വിടുന്ന കാഴ്ച എനിക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ട്. അപ്പോൾ അവറ്റകൾ അവിടെ കിടന്നിട്ട് ഇങ്ങനെ എന്താ പറയുക കരയുന്നുണ്ട്, ആ ഒരു കാഴ്ച. അതുപോലെ തന്നെ ഇരിക്കുന്ന സ്ഥലത്ത് നിന്ന് ആ വെള്ളം ഒഴുകി പോകുന്ന തോട്, നമ്മുടെ നാട്ടിൽ അതേ ഒരു ഫീലാണ് എനിക്ക് കിട്ടിയത്. അതുപോലെ തന്നെ ഈ അമ്പലത്തിൽ നമുക്ക് ചെരുപ്പൊക്കെ ഇട്ട് കയറാവുന്ന സ്ഥിതിയാണ്. അപ്പോൾ ആ അമ്പലത്തിനുള്ളിലേക്കല്ല കേട്ടോ, ആ വിഗ്രഹത്തിൻ്റെ അടുത്തേക്ക് നമുക്ക് പറ്റില്ല. പക്ഷേ നമ്മളുടെ ആ ഒരു അമ്പലത്തിൻ്റെ കോമ്പൗണ്ടിന് മുഴുവൻ നമുക്ക് ചെരുപ്പിട്ട് കയറാം എന്നതാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത. സബോർജലി മരം ഉണ്ടല്ലോ, അതിൻ്റെ ആ ഒരു കായകൾ ഇങ്ങനെ വലിയ കായകളായിട്ട് ഇങ്ങനെ നിൽക്കുന്ന ഒരു മരം ഞാൻ ഇരിക്കുന്ന സ്ഥലത്ത് തന്നെ കണ്ടു. അപ്പോൾ അതിൽ നിന്നൊരു ഒരു പഴം എനിക്ക് കിട്ടി. കാരണം അത് അവർ കളക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഇവിടുത്തെ പുരോഹിതന്മാർ. അപ്പോൾ എന്നോട് വേണോ എന്ന് ചോദിച്ചപ്പോൾ ഞാനൊരെണ്ണം വാങ്ങി കഴിച്ചു. അപ്പോൾ ഈ ഒരു അമ്പലമാണ് കാണുന്നത്. അമ്പലത്തിൻ്റെ തൊട്ട് തന്നെ തോടൊഴുകിക്കൊണ്ടിരിക്കുന്നു. എന്ത് ഭംഗിയാണല്ലേ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. ആ മലയുടെ താഴ്വാരത്തൊരു ചെറിയ അമ്പലം, അതൊരു ശിവൻ്റെ അമ്പലമാണ് കേട്ടോ. അപ്പോൾ അവിടുന്ന് ആ വെള്ളം ഒഴുകിക്കൊണ്ട് ആ നദിയിൽ കുളിക്കുന്ന കുട്ടികൾ. ഇദ്ദേഹം കേരളത്തിലൊക്കെ വന്നൊരു വ്യക്തിയാണ്, ഇവിടുത്തെ പൂജാരിയാണ്. അപ്പോൾ അദ്ദേഹം എന്നോട് പിന്നെ ഫുഡുണ്ട് അത് കഴിച്ചിട്ട് പോകാമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു വേണ്ട, ഇവിടെ ഈ ഒരു വാവിൻ്റെയൊക്കെ പൂജകൾ അവർ കുറച്ച് പേര് വന്നിട്ട് ഈ പൂജകൾ ചെയ്യുന്നുണ്ടായിരുന്നു. അതിൻ്റെ കാഴ്ചകളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അവർ കുറേ സാധനങ്ങളൊക്കെ ഇങ്ങനെ നിരത്തി, നമ്മുടെ തമിഴ്നാട്ടിലൊക്കെ പോയാൽ കാണാവുന്ന തരത്തിലുള്ള ഒരു പുരോഹിതനുണ്ട്. അദ്ദേഹം മന്ത്രങ്ങൾ ചൊല്ലുന്നു. ഈ 2 പേരും അത് ഏറ്റു ചൊല്ലിക്കൊണ്ട്
അവരിങ്ങനെ ആ പൂജയിലൊക്കെ കുറേ നേരമായിട്ട് ഒരു 2 മണിക്കൂറായിട്ട് ഞാനിവിടെ ഉണ്ട് കേട്ടോ. അപ്പോൾ ആ കാഴ്ചകളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്തൊക്കെയോ പഴങ്ങൾ ഒക്കെ വെച്ച് മഹാവിഷ്ണുവിനാണ് പൂജ എന്നാണ് എനിക്ക് തോന്നുന്നത്. അദ്ദേഹം പറഞ്ഞത് അങ്ങനെയാണ്. അപ്പോൾ എന്നോട് വീഡിയോ ഒക്കെ എടുത്തോളാൻ പറഞ്ഞു. പുള്ളിക്കാർ അവർ എല്ലാവരും അതിൻ്റെ പ്രസാദം ഭക്ഷിച്ചിരിക്കുന്ന ഒരു ടൈം കൂടിയാണിത്. അപ്പോൾ അവരെനിക്ക് പ്രസാദം തന്നു, ഞാനത് കഴിച്ചു. അങ്ങനെ നമ്മൾ ഈ ഒരു യാത്രയിലുടനീളം നമ്മൾ ഗ്രാമീണരുമായിട്ട് കോണ്ടാക്റ്റ് ചെയ്യുന്നുണ്ട്, അവരുടെ കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഒരു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ നാട്ടിലൂടെ നടക്കുന്നൊരു ഫീൽ എനിക്ക് കിട്ടുന്നു. കാരണം നമ്മൾ ഒന്നും സംസാരിക്കാണ്ട് നടക്കുകയാണെങ്കിൽ അത് ആ ഒരു ഫീല് കിട്ടില്ല. അവരോട് സംസാരിച്ചുകൊണ്ട് നടക്കുമ്പോൾ നമുക്ക് ആ ഒരു ഫീല് കിട്ടുന്നുണ്ട്. ഇത് ഞാൻ നോട്ട് ചെയ്തൊരു വീടാണ്. നമ്മുടെ നാട്ടിലൊരു 10-25 കൊല്ലം മുന്നേ ഉണ്ടായിരുന്ന സെയിം വീട്, അതിവിടെ ആ ഇഷ്ടികയും ഒക്കെ കൊണ്ട് നിർമ്മിച്ച ആ ഒരു വീടാണ് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റുന്നത്. ഞാൻ ഈ മുകളിലേക്കുള്ള യാത്രയിൽ ഇത്തരം വീടുകൾ കുറേ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ഷൂട്ട് ചെയ്യണമെന്ന് കരുതി ഷൂട്ട് ചെയ്തൊരു വീടാണ്. അങ്ങനെ നമ്മളിങ്ങനെ ആ ഒരു മലയുടെ താഴ്വാരത്തെ ദൃശ്യങ്ങളാണ് ഇപ്പം ഇങ്ങനെ പകർത്തിക്കൊണ്ടിരിക്കുന്നത്. ഇത്തരം വീടുകളുടെ മുന്നിലൊക്കെ നമ്മുടെ ആ ഒരു പണ്ട് കാലത്തുണ്ടായിരുന്ന പൂക്കളുണ്ട്, അതിൻ്റെ ചെടികളുണ്ട്, സീനിക അങ്ങനെ എന്തൊക്കെയാണ് അതിൻ്റെ പേരെന്ന് തോന്നുന്നു. ഇവിടെ നിങ്ങൾക്ക് ശരിക്കും കാണാൻ പറ്റും. ഇതൊക്കെ നമ്മുടെ നാട്ടിലുള്ള ചെടികൾ തന്നെയാണ്. അത് നമ്മളും ഇതേമാതിരി വീടിൻ്റെ മുന്നിലൊക്കെ നട്ട് വളർത്തിയിരുന്ന ചെടികൾ ശരിക്കും കേരളത്തിലാണോ എന്നെനിക്ക് തോന്നിപ്പോകുന്ന ചില കാഴ്ചകളാണ് ഈ ഒരു ഗ്രാമത്തിലൂടെ നടന്നു പോകുമ്പോൾ കാണാനായിട്ട് പറ്റുന്നത്. ഇവിടെ വലിയ വലിയ വീടുകളുണ്ട്, നല്ല ഭംഗിയുള്ള വീടുകൾ കെട്ടിപ്പൊക്കിയിട്ടുണ്ട് ഈ ഒരു ഭാഗത്തൊക്കെ. അപ്പോൾ അങ്ങനെയുള്ള കാഴ്ചകളും ഇടയ്ക്ക് നമുക്ക് കാണാം. തീരെ ദരിദ്രരായിട്ടുള്ള ആളുകളും അത്യാവശ്യം നല്ല ഹൈ റിച്ച് ആയിട്ടുള്ള ആളുകളൊക്കെ താമസിക്കുന്ന ഒരു ഗ്രാമപ്രദേശമാണിപ്പോൾ. ഈ ഒരു വഴികളിലൂടെ നടന്നിട്ട് വേണം, ഞാൻ വണ്ടി ഒഴിവാക്കിയതാണ് കേട്ടോ, കാരണം വേറൊന്നുമല്ല, ഈ വഴിയിലൂടെ നടക്കുമ്പോൾ കാണുന്ന ഒരു കാഴ്ചകൾക്ക് കേരളവുമായിട്ട് വളരെ സാമ്യമുള്ളത് കൊണ്ട് തന്നെ എനിക്ക് ആ കാഴ്ചകൾ വീണ്ടും നിങ്ങളിലേക്ക് എത്തിക്കാം എന്ന് തോന്നിയിട്ടാണ് ഞാൻ ഈ ഒരു നടന്നുകൊണ്ട് ഇതിന് മുകളിലേക്ക് വരുന്നത്. ഇതുപോലെ തന്നെ കോറികളൊക്കെ നമ്മുടെ നാട്ടിൽ കാണാവുന്നതാണ്. ഇപ്പോൾ കുറച്ച് ഹൈറ്റിലെത്തിയപ്പോൾ എനിക്ക് കാണാനായിട്ട് പറ്റുന്നത് കാഠ്മണ്ഡുവിൻ്റെ വലിയൊരു പ്രദേശങ്ങൾ ഇങ്ങനെ പരന്ന് കിടക്കുന്ന കാഴ്ചകളാണ്. അതും ഈ ഒരു ഏരിയയിൽ നിന്നും ഇനിയും എനിക്ക് കുറച്ച് മുകളിലേക്ക് പോകാനുണ്ട്. അപ്പോൾ എന്തൊക്കെ കാഴ്ചകളാണ് നമ്മുടെ നാട്ടിലെ പുല്ലരിയുന്ന സ്ത്രീകളുണ്ടല്ലോ, സെയിം ആ കാഴ്ചകൾ ഇപ്പോഴൊക്കെ അല്ല കേട്ടോ, കുറച്ച് മുന്നേയൊക്കെയാണ് ഇത്തരത്തും കാഴ്ചകൾ നമ്മുടെ നാട്ടിൽ കൂടുതൽ ഉണ്ടായിരുന്നത്. അത് നിങ്ങൾക്ക് കണക്റ്റ് ആവാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നു. കാരണം ആ ഒരു കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന ആളുകളിലേക്ക് ഇത് എത്തുമ്പോൾ ശരിക്കും അവർക്ക് ആ ഓർമ്മകൾ കിട്ടും എന്നത് കൊണ്ട് തന്നെയാണ് ഞാൻ നടന്ന് ഒരു 4-5 കിലോമീറ്ററോളം ഞാൻ ഈ കുന്ന് നടന്ന് കയറി വരുന്ന കാഴ്ചയാണിപ്പോൾ. അതിനിടയ്ക്ക് നമ്മുടെ നാട്ടിലെ തന്നെ ആ ഒരു പുഴുവിനെ ഞാനിവിടെ കണ്ടു. നമ്മുടെ നാട്ടിലെ പുഴുവല്ല, ശരിക്കും അതിനോട് സാമ്യമുള്ള ഒരു പുഴു, ആ ഒരു മരത്തിന് മുകളിൽ അത്തരം കുറേ പുഴുക്കളിങ്ങനെ അവറ്റങ്ങളിങ്ങനെ അവിടെ ഇങ്ങനെ പിടിച്ചിരിക്കുന്ന കാഴ്ചകളൊക്കെയാണ്. ആ ഒരു നിങ്ങൾ കണ്ടില്ലേ, എന്ത് ഭംഗിയാണെന്നറിയാം. ഇവിടുന്ന് നോക്കുമ്പോൾ ആകാശവും ആ ഒരു കാഴ്ചകളും എനിക്ക് കാണാനായിട്ട് പറ്റുകയാണ്. അപ്പോൾ അത് എല്ലാം കൊണ്ടും നമ്മുടെ നാടിനോട് സാമ്യമുള്ള ഒരു നാടായിട്ട് എനിക്ക് ഈ ഒരു നേപ്പാൾ ഫീൽ ചെയ്യുന്നു. ഇവിടുത്തെ ആളുകളുടെ സംസ്കാരമായാലും ഭാഷയുടെ കുറേ ഭാഗങ്ങളായാലും മലയാളത്തിനോട് എന്തൊക്കെയോ ചില സാമ്യങ്ങൾ നമ്മുടെ മുന്നേ വീഡിയോയിൽ ജയരാജേട്ടൻ പറഞ്ഞ പോലെ തന്നെ ആ ഒരു സാമ്യങ്ങൾ ഇവിടെയൊക്കെ എല്ലാ ഭാഗത്തും നമുക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ ആ പഴയ കുട്ടിക്കാലത്തിലേക്ക് ഓർമ്മകൾ കിട്ടാനായിട്ട് വീണ്ടും ഈ ഒരു വഴിയിലൂടെ ഇങ്ങനെ നടന്നു പോകുന്ന കാഴ്ചയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്കറിയാവുന്ന പോലെ തന്നെ നമ്മൾ ഈ ഒരു യാത്ര എവിടേക്കാണെന്ന് പറഞ്ഞാൽ ജാംചൻ വിജയസ്തൂപ എന്ന് പറയുന്ന ബുദ്ധ മതക്കാരുടെ ഒരു സ്തൂപമുണ്ട് ഇതിന് മുകളിൽ, ഈ കുന്നിൻ മുകളിൽ. അപ്പോൾ ഈ കുന്നിൻ മുകളിൽ നമ്മൾ ആ സ്തൂപത്തിന് മുകളിൽ കയറി കഴിഞ്ഞാൽ, അവിടെ എത്തിക്കഴിഞ്ഞാൽ ഈ കാഠ്മണ്ഡു താഴ്വര മൊത്തത്തിൽ നമുക്ക് കാണാൻ പറ്റും എന്നതാണ് ആ ഒരു സ്തൂപത്തിൻ്റെ ഏറ്റവും പ്രത്യേകതയുള്ള കാര്യം. അപ്പോൾ ഇവിടെ നമ്മുടെ നാട്ടിൽ കാണാവുന്ന പല പൂക്കളും ചെടികളും ഈ നാട്ടുവഴികളിലൂടെ കാണുന്ന പല സംഗതികളും ഇവിടെയും നമുക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ട്. വേറൊരു അത്ഭുതം നിങ്ങളെ കാത്ത് ഒളിഞ്ഞിരിക്കുന്നുണ്ട്. അവിടെ എത്തുമ്പോൾ ഞാൻ എന്തായാലും ആ കാര്യം കൂടി പറയാം.
അപ്പോൾ നമ്മൾ യാത്ര ഇങ്ങനെ ആ ഒരു സ്തൂപത്തിന് മുകളിലേക്ക്, അല്ലെങ്കിൽ ആ കുന്നിൻ മുകളിലെ സ്തൂപത്തിന് അടുത്തെത്താനുള്ളൊരു യാത്രയിലാണ് ഞാനും നിങ്ങളും എന്നറിയാമല്ലോ. അപ്പോൾ ആ യാത്ര ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ നല്ല നല്ല വീടുകളുണ്ട്, അധികം ഹോം സ്റ്റേ ഒക്കെയാണ് കേട്ടോ. റിസോർട്ടുകളുണ്ട്, വലിയ വലിയ റിസോർട്ടുകളൊക്കെ ഈ പോകുന്ന വഴികളിലുണ്ട്. കാരണം ഇവിടെ സ്റ്റേ ചെയ്തിട്ട് ഒരു കാര്യം എന്ന് വെച്ചാൽ നല്ല കാലാവസ്ഥയാണ്, നല്ല ക്ലൈമറ്റാണ്. ഒപ്പം തന്നെ പ്രകൃതിയുടെ ഒരു ശരിക്കും പ്രകൃതിയുമായിട്ട് സഹവസിച്ചുകൊണ്ട് നമുക്ക് താമസിക്കാം. അതുപോലെ തന്നെ വലിയ ശല്യങ്ങളൊന്നുമില്ല. ആ ഒരു ടൗണിൻ്റെ തിരക്കുകളിൽ നിന്നൊക്കെ ഒഴിഞ്ഞു മാറി ആ കുന്നിൻ മുകളിലൂടെ നമ്മൾ ഇങ്ങനെ കടന്ന് വന്ന് ഇവിടെ വഴിയരികളിലെല്ലാം നമുക്ക് ചെറിയ ചെറിയ കടകളുണ്ട്. ഫുഡ് കഴിക്കണമെങ്കിൽ നമുക്കത് ആവാം. ഇപ്പോൾ തിരിച്ചു വരുന്ന ആളുകളും ആ ഒരു സ്തൂപം കണ്ട് തിരിച്ചു വരുന്ന ആളുകളെയും എനിക്കിവിടെ കാണാനായിട്ട് പറ്റുന്നുണ്ട്. ഇവിടുന്നൊക്കെ നോക്കുമ്പോൾ ശരിക്കും ആ കാഠ്മണ്ഡുവിൻ്റെ കാര്യങ്ങൾ നമുക്ക് കാണാനായിട്ട് പറ്റും. ഈ ഒരു അത്ഭുതത്തെക്കുറിച്ചാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്, ഒളിച്ചു വെച്ചൊരു അത്ഭുതം എന്ന് പറയുന്നത്. ഇത് വേറൊന്നുമല്ല, നമ്മുടെ കഞ്ചാവിൻ്റെ ചെടിയാണ്. ഇത് ഇല്ലീഗലാണെങ്കിൽ കൂടി ഇവിടെ അവർ ഇതൊന്നും ചെയ്യുന്നില്ല. ശരിക്കും എല്ലാ ഭാഗത്തും കഞ്ചാവ് ലഭിക്കുന്ന ഒരു കേന്ദ്രം അല്ലെങ്കിൽ ഒരു സ്ഥലമാണ് ഈ നേപ്പാൾ എന്ന് പറയുന്നത്. അവർ അത് ഉപയോഗിക്കുന്നുണ്ട്. അത് ആ ഒരു ചിട്ടയ്ക്കനുസരിച്ചിട്ട് ഉപയോഗിക്കുന്ന ആൾക്കാരുണ്ട്. ഇവിടെ അത് ഇങ്ങനെ മൂത്ത് പഴുത്ത് നിൽക്കുന്ന കാഴ്ചയാണ് കാണാനായിട്ട് പറ്റുന്നത്. ഇനി ഇത് കണ്ടിട്ട് എക്സൈസുകാർക്ക് ആരും ഒറ്റിക്കൊടുക്കൊന്നും വേണ്ട. ഇത് നമ്മുടെ നാട്ടിലല്ല, ഇത് നേപ്പാളിലെ കാഴ്ചയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഞാനിനി കഞ്ചാവ് ചെടി വളർത്തിയെന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ പ്രശ്നം ഉണ്ടാക്കണ്ട. ഇത് നേപ്പാളിൻ്റെ കാഴ്ചകളാണ്. ഞാനിതുമായിട്ട് ഒരു ബന്ധവുമില്ല. ഇവിടെ കണ്ടപ്പോൾ ഞാനതിൻ്റെ പിക്ചർ എടുത്തു എന്ന് മാത്രമാണ് കേട്ടോ. അപ്പോൾ ആ ഒരു കാഴ്ചകളാണ്. ഇവിടെയൊക്കെ നിരന്ന് നിൽക്കുന്നുണ്ട് കഞ്ചാവിൻ്റെ ചെടികൾ. അപ്പോൾ ആളുകൾ വിചാരിക്കും ഞാനിത് പറിക്കാനായിട്ട് വന്നതാണ്. അവരത് ശ്രദ്ധിക്കുന്ന പോലുമില്ല. ആ ചെടി അവിടെ നിൽക്കുന്നു ആ ഒരു വഴിയരികിൽ. അതിനെ ഒന്നും ആളുകളൊന്നും ചെയ്യുന്നില്ല. അപ്പോൾ അങ്ങനത്തെ കാഴ്ചകളൊക്കെയാണ് ഈ ഒരു കുന്നിൻ ചെരുവുകളിലൂടെ നടക്കുമ്പോൾ എനിക്ക് കാണാനായിട്ട് പറ്റുന്നത്. അങ്ങനെ ഞാൻ ഇതിൻ്റെ മുകളിലെത്തിയിരിക്കുകയാണ്. ഈ ഒരു സ്തൂപത്തിൻ്റെ, വിജയസ്തൂപത്തിൻ്റെ മുകളിലെത്തിയിരിക്കുകയാണ്. ഇതിൻ്റെ സ്തൂപത്തിൻ്റെ മുകളിലല്ല, എനിക്ക് നടന്നു വന്നപ്പോൾ ഭയങ്കരമായിട്ട് വിശപ്പുണ്ടായിരുന്നു. രാവിലെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചതിന് ശേഷം ഇത്രയും ദൂരം നടക്കുന്നത് ആദ്യമായിട്ടാണ് നേപ്പാളിൽ വന്നപ്പോൾ. അങ്ങനെ ഒരു അടിപൊളി റെസ്റ്റോറൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് അതിൻ്റെ 3ാമത്തെ നിലയിലാണ് കെട്ടിയുണ്ടാക്കിയിട്ട്. ഇവിടുന്ന് നോക്കിക്കഴിഞ്ഞാൽ ശരിക്കും എന്ത് ഭംഗിയാണെന്നറിയോ ഒരു നേപ്പാളിൻ്റെ ആ ഒരു കാഠ്മണ്ഡു നഗരം. ഇവിടുന്ന് നമുക്ക് ഫുഡ് കഴിച്ചിട്ട് ആസ്വദിച്ച് കഴിച്ചിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റും എന്നതാണ് ഈ ഒരു റെസ്റ്റോറൻറ്റിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. ശരിക്കും ഭയങ്കരമായിട്ടുള്ളൊരു അറ്റ്മോസ്ഫിയറാണ്. ഒപ്പം തന്നെ നിങ്ങൾ ഈ ഒരു സ്തൂപത്തിന് തൊട്ടടുത്തുള്ള റെസ്റ്റോറൻ്റാണ് കേട്ടോ. ഇവിടെ വരുന്ന ആളുകളാണെങ്കിൽ ജസ്റ്റ് അതൊന്ന് നോട്ട് ചെയ്തോളൂ. തൊട്ടടുത്തുള്ള റെസ്റ്റോറൻ്റാണ്. അപ്പോൾ അവിടെ ഇരുന്നിട്ട് ഞാൻ ഭക്ഷണം കഴിക്കുന്ന കാഴ്ചയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു വഴിയിലൂടെയാണ് ഞാൻ വന്നത്. ഇതുവരെ നടന്ന് വന്നതാണ്. അവിടുന്ന് ഇങ്ങോട്ട് ഇനി കുറച്ച് ദൂരം കൂടി കഴിഞ്ഞാൽ നമുക്ക് ആ സ്തൂപത്തിലേക്ക് എത്താം. അപ്പോൾ നല്ല വിശപ്പായത് കാരണം കൊണ്ട് ഞാൻ ഫുഡ് കഴിക്കുന്ന കാഴ്ചയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എൻ്റെ ഫുഡാണ് നിങ്ങൾ കണ്ടത്. ഇതാണ് നമ്മൾ പറഞ്ഞ ആ ഒരു വിജയസ്തൂപം. അതിന് തൊട്ട് തന്നെ അതിൻ്റെ തൊട്ട് താഴത്തിട്ടുള്ള ഒരു റെസ്റ്റോറൻറ്റിലാണ്. ഇവിടെ അത്യാവശ്യം ആളുകളൊക്കെ ഫുഡ് കഴിക്കുന്നുണ്ട്. പയ്യന്മാരാണ്. അവർ ബൈക്കിനൊക്കെ വന്നിട്ട് ആ ഒരു ആസ്വദിച്ച് ഈ ഒരു കാഠ്മണ്ഡു നഗരത്തിൻ്റെ ആ ഭംഗിയൊക്കെ ആസ്വദിച്ചിട്ട് അവിടെ ഇരുന്നിട്ട് സൊറയൊക്കെ പറഞ്ഞ് ഫുഡ് കഴിക്കുന്ന ആളുകളെ ഇവിടെ കാണാനായിട്ട് പറ്റി. എന്ത് ഭംഗിയാണെന്നറിയാം ഇവിടുന്ന് കാണുന്ന ഒരു കാഴ്ചകൾ. ആ ഒരു നീലാകാശവും അതിന് തൊട്ട് താഴെയുള്ള നഗരങ്ങളുടെ ആ ഒരു ഭംഗിയൊക്കെ ഇവിടെ ഇരുന്ന് ആസ്വദിച്ചുകൊണ്ട്. അടിപൊളി തണുപ്പാണ്, നല്ല തണുത്ത കാറ്റ്. എനിക്ക് നടന്നു വന്നതിൻ്റെ ക്ഷീണം ഒരിക്കലും എനിക്ക് അറിയാൻ പറ്റിയിട്ടില്ല. കാരണം അത്രയ്ക്കും നല്ല കാലാവസ്ഥയാണ്. പിന്നെ ഈ ഒരു ചെടികളിൽ നിന്നൊക്കെ വരുന്ന ഓക്സിജനും അതുപോലുള്ള കാരണങ്ങളൊക്കെ കൊണ്ട് തന്നെ എനിക്ക് ഇവിടെ വലിയൊരു ബുദ്ധിമുട്ടൊന്നും അത്രയും ദൂരം നടന്നതുകൊണ്ട് എനിക്ക് തോന്നിയിട്ടില്ല. ഇപ്പോൾ വിശപ്പുണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ അതിന് മുന്നേ ഭക്ഷണം കഴിക്കുന്നത്. ആ ഒരു
ബുദ്ധൻ്റെ വിഹാരം ഭൂമിയായിട്ടുള്ള ആ ഒരു സ്തൂപം സന്ദർശിക്കുന്നതിന് മുന്നേ ഭക്ഷണം കഴിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഒരു ഫോറസ്റ്റ് ഏരിയയാണ്. ഇവിടെ മ്യൂസിയങ്ങളുണ്ട്, അങ്ങനെയുള്ള കുറേ സംഗതികളൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു കാഴ്ച എന്ന് പറയുന്നത് ഹൃദയത്തെയും മനസ്സിനെയും എല്ലാറ്റിനെയും ശരീരത്തെയും ഒക്കെ കുളിർപ്പിക്കുന്ന കാഴ്ചയാണ്. ഭക്ഷണം കഴിച്ചുകൊണ്ട് എനിക്കിവിടെ ഇരുന്ന് കാണാനായിട്ട് പറ്റുന്നത്. ഇത്രയും ആ ഒരു തണുപ്പ് കാറ്റും ഒരു ചെറുതായിട്ടുള്ള ഒരു പാട്ടൊക്കെ വെച്ചിട്ട് അവരിങ്ങനെ നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത ഒരു റെസ്റ്റോറൻറ്റ്. അവിടുന്ന് ഭക്ഷണം കഴിച്ച് ഇറങ്ങിയിട്ട് ഞാൻ ആ ഒരു എന്താ പറയുക വിജയസ്തൂപത്തിന് അടുത്തേക്കുള്ള വഴിയിലൂടെ നടന്നു പോകുന്ന കാഴ്ചയാണ്. ഇവിടെയൊക്കെ കണ്ടില്ലേ, ഇവിടെ ഉരുൾപൊട്ടലൊക്കെ ഉണ്ടായിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. കാഠ്മണ്ഡുവിൽ ഇടയ്ക്കിടയ്ക്ക് ഇത്തരം സംഭവങ്ങൾ, പ്രകൃതി നാശങ്ങളൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാകുന്ന ഒരു പാർട്ടാണ് കാഠ്മണ്ഡു, നേപ്പാളിലെ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെയൊക്കെ അത്തരം പരിപാടികളൊക്കെ ഇടയ്ക്കിടയ്ക്ക് പ്രകൃതി കൊടുക്കുന്നുണ്ടായിരിക്കണം. അതുകൊണ്ടാണ് ഈ വഴികളിലൊക്കെ ഇത്തരം പൊട്ടലും ചീറ്റലും ഒക്കെ എനിക്ക് കാണാനായിട്ട് പറ്റുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ നമ്മൾ ആ ഒരു എന്താ പറയുക ചാംചൻ വിജയസ്തൂപത്തിലേക്കുള്ള അതിൻ്റെ വഴി തേടിയിട്ടുള്ള അതിൻ്റെ മുകളിലേക്കുള്ള യാത്രയിലാണ് ഞാനിപ്പോൾ ഉള്ളത്. നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ ദൃശ്യങ്ങൾ തന്നെയാണ്. അങ്ങനെ നമ്മൾ ആ ഒരു പടികൾ എത്തിയിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ സുഹൃത്തുക്കളെ, അങ്ങനെ നമ്മൾ അവസാനം ആ പറഞ്ഞ സ്ഥലത്തെത്തിയിരിക്കുകയാണ്. അത്തരം എന്താ പറയുക, നല്ല റിസ്ക് എടുത്ത് യാത്ര ചെയ്ത് ഇവിടെ എത്തിച്ചേർന്നിരിക്കുകയാണ്. ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് ആ സ്തൂപത്തെക്കുറിച്ചിട്ടുള്ള കാര്യങ്ങളെല്ലാം ഇവിടെ അവർ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ കുറേയധികം ആളുകൾ അതിന് മുകളിലുണ്ട് കേട്ടോ. അവരവിടെ നിന്ന് ഫോട്ടോ എടുക്കുന്നുണ്ട്. ഇവിടെ നിന്നുള്ളൊരു കാഴ്ചയാണ്, എന്ത് ഭംഗിയാണെന്നറിയോ. ഒരു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു സ്ഥലത്തേക്ക് എത്തിപ്പെടുന്നതിനനുബന്ധിച്ച് തന്നെ ആ ഒരു സ്ഥലത്തെ കാലാവസ്ഥയാണ് ഏറ്റവും മഹത്തരമായിട്ട് എനിക്ക് തോന്നുന്നത്. ശരിക്കും നല്ലൊരു കാലാവസ്ഥയാണ്, നല്ല തണുപ്പും അതുപോലെ തന്നെ ഒരു പ്രശ്നവുമില്ല. ആ ഒരു ഓക്സിജനൊക്കെ നമുക്ക് കറക്റ്റായിട്ട് ഇവിടുന്ന് കിട്ടുന്നുണ്ട്. നല്ലൊരു ഏരിയയാണ്. അപ്പോൾ ഈ കാണുന്ന ചാംചൻ സ്തൂപം, വിജയസ്തൂപം എന്ന് പറയുന്നത് ബുദ്ധമതക്കാരുടെ ഒരു വിശ്വാസ കേന്ദ്രം കൂടിയാണിത്. അപ്പോൾ അതിനൊക്കെ മുകളിലേക്കുള്ള കാഴ്ചകളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വീണ്ടും അവിടുന്ന് മുകളിലേക്ക് എത്തണം. അതിൻ്റെ അടുത്തെത്താനായിട്ടുള്ള മുകളിലേക്ക് എത്താനുള്ളൊരു വഴിയാണ് ഇതുകൂടി കടന്നു കഴിഞ്ഞാൽ നമ്മൾ അതിൻ്റെ വിജയസ്തൂപത്തിലെത്തി എന്നതാണ് കാണാനായിട്ട് പറ്റുക. അപ്പോൾ അവിടെ കുറേ ആളുകൾ എന്താ പറയുക, ചൈനക്കാരും അങ്ങനെയുള്ള ആളുകളൊക്കെ അവിടെ ഉണ്ട്. അവരെല്ലാം ഫോട്ടോ എടുക്കുന്നുണ്ട്. ആ കാഴ്ചകളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇനി നിർമ്മിതിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ പുതുതായിട്ട് നിർമ്മിച്ചിട്ടുള്ള മനോഹരമായ ഒരു സ്മാരകമാണ് ജമാചൻ സ്തൂപം എന്ന് പറയുന്ന ഈ സ്തൂപം. ഇവിടെ നിന്ന് നോക്കിയാൽ നമ്മുടെ കാഠ്മണ്ഡു താഴ്വരയുടെ വിശാലമായിട്ടുള്ള ദൃശ്യങ്ങൾ കാണാം എന്നതാണ് ഏറ്റവും വലിയൊരു പ്രത്യേകത. മുകളിൽ നിന്നുള്ള ഈ കാഴ്ചയോടൊപ്പം തന്നെ നമുക്കിവിടെ ശുദ്ധവായു, ശാന്തമായിട്ടുള്ള അന്തരീക്ഷം, ഇതൊക്കെ ഇവിടെ എന്താ പറയുക, നമുക്ക് പൈസ കൊടുക്കാണ്ട് കിട്ടും എന്നതാണ് ഏറ്റവും വലിയൊരു കാര്യം. ശരിക്കും ഇവിടെ ആളുകൾ കുറേ പേര് വന്നിട്ടുണ്ട്. അവരെല്ലാം ഫോട്ടോ എടുക്കുന്നുണ്ട്. താഴെയുള്ള മനോഹരമായിട്ടുള്ള ആ ദൃശ്യങ്ങൾ ഇവിടെ നിന്ന് പകർത്തുന്നുണ്ട്. ഇവിടെ നിന്നും കല്യാണം കഴിച്ച ആളുകളൊക്കെ വീഡിയോ ഇവിടെ വന്ന് ചെയ്യുന്നതും എനിക്ക് കാണാനായിട്ട് പറ്റി. അങ്ങനെ ശരിക്കും ശുദ്ധമായി നിറഞ്ഞ ഒരു അന്തരീക്ഷത്തിലാണ് നമ്മൾ ഈ ഒരു എന്താ പറയുക സ്തൂപത്തിന് താഴെ നിൽക്കുന്നത്. അത് ഏറ്റവും വലിയൊരു കാര്യം തന്നെയാണ്. നല്ലൊരു അറ്റ്മോസ്ഫിയറാണ് ഇവിടെ. പല ആളുകളും ഫോട്ടോ എടുക്കുന്നതിന് വേണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന കാഴ്ചകളും നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. നമ്മൾ മുന്നേ ഒരു വീഡിയോ ഉണ്ടായിരുന്നു ബുദ്ധ നീൽക്കാന്ത എന്ന് പറയുന്ന വിഷ്ണുവിൻ്റെ ക്ഷേത്രം. ആ ക്ഷേത്രത്തിൻ്റെ മുകളിലായിട്ടാണ് ഈ ഒരു സ്തൂപം. അവിടെ നിന്ന് ഒരു 10 കിലോമീറ്ററൊക്കെ ദൂരം മുകളിലേക്ക് കയറി വന്നാലാണ് ഈ ഒരു സ്തൂപം നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റുക എന്നതാണ്. ഇവിടെ എന്താ പറയുക, ഒരു ശാന്തമായിട്ടുള്ള അന്തരീക്ഷമാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. ഞാനിവിടെ ഫീൽ ചെയ്തൊരു കാര്യം ആ ഒരു അന്തരീക്ഷം തന്നെയാണ്. കഴിയുന്നത്ര സമയം നമുക്കിവിടെ ചെലവഴിക്കാനായിട്ട് പറ്റും. 5 മണി വരെയാണ് ഇതിൻ്റെ സമയം. അത് കഴിഞ്ഞാൽ ഇവിടെ ക്ലോസ് ചെയ്യും. അപ്പോൾ ഇവിടെ കാഠ്മണ്ഡുവിലെത്തിയിട്ട് നിങ്ങൾ ഈ ഒരു സ്ഥലം സന്ദർശിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഭയങ്കരമായിട്ടുള്ള ഒരു അനുഭവം തന്നെയായിരിക്കും.
പരിസ്ഥിതിയോടുകൂടി ആ പരിസ്ഥിതിക്കൊപ്പം നിന്ന് പ്രകൃതിക്കൊപ്പം നിന്ന് നിങ്ങൾക്ക് ഇവിടെ താമസിക്കാനോ ഇവിടുത്തെ ഫുഡ് ആസ്വദിക്കാനോ ഒക്കെ പറ്റുന്ന ഒരു സ്ഥലം തന്നെയാണ് ഈ കാണുന്ന സ്തൂപം. നേപ്പാളിലെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ബുദ്ധൻ്റെ ക്ഷേത്രങ്ങളിൽ ഹിന്ദുക്കളുടെ ക്ഷേത്രത്തിൽ ബുദ്ധനിൽ വിശ്വസിക്കുന്ന ആളുകളും പ്രാർത്ഥിക്കാനായി പോകുന്നു എന്നത് തന്നെയാണ്. അവിടെ ജാതി വൈര്യങ്ങളോ അങ്ങനെയുള്ള സ്പർദ്ധകളൊന്നും അവർ പരസ്പരം കാണിക്കാറില്ല എന്നത് തന്നെയാണ്. ഇവിടെയുള്ള 80% ഹിന്ദുക്കളും അത്തരത്തിൽ പെരുമാറുന്ന ആളുകൾ തന്നെയാണ്. തിരിച്ച് 20% ബുദ്ധമതസ്ഥരും ആ ഒരു കൺസെപ്റ്റ് ഉൾക്കൊണ്ട് തന്നെ ജീവിക്കുന്ന ആളുകൾ തന്നെയാണ് എന്നാണ് എനിക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റുന്നത്. ഇവിടെ ഒരു കൊച്ചുമിടുക്കി അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ചാടിക്കളിക്കുന്ന കാഴ്ചയും നമുക്ക് കാണാനായിട്ട് പറ്റുന്നു. അത്തരത്തിൽ ഈ പറയുന്ന ചാംചോം സ്തൂപം, വിജയസ്തൂപം എന്ന് പറയുന്ന സ്ഥലം, നിങ്ങളൊരു പ്രകൃതിയെ സ്നേഹിക്കുന്ന ആളാണെങ്കിൽ തീർച്ചയായിട്ടും ആ പ്രകൃതിയുടെ മനോഹാരിതയെ തൊട്ടുകൊണ്ട് നിങ്ങൾക്ക് ഫുഡ് കഴിക്കാനും ഒപ്പം തന്നെ ഇവിടുത്തെ കാഴ്ചകൾ കാണാനും ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ഒരു സ്ഥലമായിട്ട് ഈ ഒരു സ്തൂപം മാറിയിരിക്കുകയാണ്. അനേകം ആളുകൾ ഇവിടെ വന്ന് ഇത് കാണാനായിട്ട് എത്തുന്ന കാഴ്ചകളും എനിക്ക് കാണാനായി പറ്റുന്നുണ്ട്. ഒപ്പം തന്നെ അവരുടെയൊക്കെ കാഴ്ചകൾ അങ്ങ് ആ ഒരു താഴ്വാരം മുഴുവൻ ഒരു ഭാഗത്ത് നിന്ന് നമുക്ക് കാണാനായിട്ട് പറ്റുന്നു എന്നതുകൊണ്ട് തന്നെ അതും അവർ വീഡിയോയിലൊക്കെ പകർത്തിക്കൊണ്ട് ഇവിടെ നിൽക്കുന്ന കാഴ്ചകൾ എനിക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ട്. തീർച്ചയായിട്ടും ഇവിടുത്തെ ഒരു അറ്റ്മോസ്ഫിയർ അത് ഞാൻ വീണ്ടും പറയുകയല്ല, നിങ്ങളെ സംബന്ധിച്ചിടത്തോളം അതൊരു ആശ്ചര്യജനകമായ കാഴ്ച തന്നെയായിരിക്കും. അത്രത്തോളം നല്ല കുറേ കാഴ്ചകൾ നിങ്ങൾക്കായി ഇവിടെ ഈ ഒരു സ്ഥലത്ത് കാഠ്മണ്ഡു നഗരം ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായാലും കാഠ്മണ്ഡു സന്ദർശിക്കുന്ന നിങ്ങൾ മലയാളികളാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു സ്തൂപത്തിനടുത്തെത്താൻ ശ്രമിക്കണം എന്നതാണ് എനിക്ക് പറയാനുള്ളത്. ഇവിടെ നിന്ന് ഉള്ള കാഴ്ചകൾ നിങ്ങളെ വീണ്ടും കാണാനായിട്ട് പ്രേരിപ്പിക്കും. അതാണ് ഈ ഒരു സ്തൂപത്തിന് മുന്നിൽ നിന്ന് നിങ്ങളോട് എനിക്ക് പറയാനുള്ള കാര്യം. കാഠ്മണ്ഡുവിൻ്റെ ആ ഒരു ദൂരക്കാഴ്ച, കാഠ്മണ്ഡു നഗരത്തിൻ്റെ ദൂരക്കാഴ്ചയാണ് ഇതിന് തൊട്ട് താഴെ നിൽക്കുമ്പോൾ എൻ്റെ മനസ്സിൽ ഇങ്ങനെ സന്തോഷത്തോടെ കാണാൻ പറ്റിയല്ലോ എന്നുള്ളൊരു ചിന്ത കൂടിയുണ്ട്. നമ്മൾ ഈ ഒരു മല കയറി ഇതിന് മുകളിലെത്തുമ്പോൾ ശരിക്കും ക്ഷീണമൊക്കെ തോന്നാം. എങ്കിലും ബൈക്ക്, ടാക്സിയും കാറും ഒക്കെ ഇവിടെ എത്തുന്നുണ്ട് കേട്ടോ. അപ്പം ഞാൻ വീഡിയോ എടുക്കാമെന്ന് കരുതിയിട്ടാണ് അതെല്ലാം അവോയ്ഡ് ചെയ്ത് കാൽനടയായി ഒരു 6 കിലോമീറ്ററോളം നടന്ന് വന്നത്. അതിനപ്പുറത്തേക്ക് ബൈക്കിൽ തന്നെയാണ് വന്നത്. അതിനുശേഷം ഞാൻ ആ ഒരു കാൽനടയായിട്ട് ഈ ഒരു സ്തൂപത്തിന് അടുത്തേക്ക് നടന്നാണ് വന്നത്. ഇതാണ് അതിൻ്റെ വാതിൽ. അപ്പോൾ ഇവിടെ കുറേ പേര് നിന്നിട്ട് ഫോട്ടോ എടുക്കുന്നുണ്ട്. ആ ഒരു ഭംഗി ആസ്വദിച്ച് അവർ ആ ഒരു അറ്റ്മോസ്ഫിയറാണ് അതിൻ്റെ ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറയുന്നത്. അതിന് പ്രകൃതിയുടെ ആ ഒരു തണുപ്പ് നിറഞ്ഞ അന്തരീക്ഷത്തിൽ ഇവിടെ നിന്നുള്ള കാഴ്ചകൾ ശരിക്കും മനസ്സിനെ കുളിർപ്പിക്കും, ഒപ്പം നമ്മുടെ ശരീരത്തെയും കുളിർപ്പിക്കും എന്ന് എനിക്കിവിടെ നിൽക്കുമ്പോൾ തോന്നുന്ന ഫീലാണ്. നമ്മുടെ യാത്രയെയും നമ്മുടെ കാഴ്ചകളെയൊക്കെ മനോഹരമാക്കുന്നത് ഇത്തരം ചില അനുഭവങ്ങളാണ്. ഈ അനുഭവങ്ങൾ തേടിയുള്ള യാത്രയിൽ എനിക്ക് പലപ്പോഴും ഇത്തരത്തിലുള്ള കുറേ ഫീലിങ്സ് കിട്ടിയിട്ടുണ്ട്. ഈ ഒരു കാഴ്ച എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാത്ത ഒരു കാഴ്ച തന്നെയാണ്. കാരണം ഒരു രാജ്യത്തിന് നമ്മൾ വേറൊരു രാജ്യത്തെത്തി അവിടെ നിന്ന് നമ്മൾ കാണാത്ത കുറേയധികം കാഴ്ചകൾ നമ്മുടെ മനസ്സിലേക്കും ശരീരത്തിലേക്കും ഒക്കെ എങ്ങനെ മെമ്മറി ആയിട്ട് അടയാളപ്പെടുത്താൻ കഴിയുക എന്നത് ഏറ്റവും വലിയൊരു കാര്യമായിട്ട് എനിക്ക് തോന്നുന്നു. ഈ ഒരു കാഴ്ചകൾ എന്നും എൻ്റെ മനസ്സിലിങ്ങനെ നിറഞ്ഞു നിൽക്കുന്ന കാഴ്ചകൾ തന്നെയാണ്. കാരണം ഇവിടുത്തെ അറ്റ്മോസ്ഫിയറും ഇവിടുത്തെ ഫുഡും എല്ലാം ആളുകളുടെ മനസ്സിൻ്റെ സത്യസന്ധതയും എല്ലാം. Nepal? Yeah, I'm from Nepal. Okay. Which part? Bardia, from Bardia. For Bardia. And where are you from? I'm from Kerala, India. India? Yes. We can speak in Hindi. Yes. But Kerala people not speak in Hindi. Hey, what? Kerala language is Malayalam. Malayalam, so you speak Hindi? Thoda. Yeah. What are you doing? I'm doing for abroad study. Study. Okay. Preparation for abroad study. Okay. കാഴ്ചകളും അതുപോലെ തന്നെ ആളുകളുടെ സ്വഭാവമൊക്കെ നമ്മളെ ശരിക്കും വേറൊരു തരത്തിലേക്ക് എത്തിക്കും. കാഴ്ചകൾ മാത്രമല്ല അവരുടെ പെരുമാറ്റവും. അതുകൊണ്ട് തന്നെ
ഏറ്റവും പ്രാമുഖ്യമുള്ള അല്ലെങ്കിൽ ഏറ്റവും മനസ്സിനോട് നമുക്ക് എപ്പോഴും ഓർക്കാൻ പറ്റാവുന്ന ചില ഓർമ്മകളൊക്കെ സമ്മാനിച്ചുകൊണ്ട് ഈ ഒരു യാത്രയും പൂർണ്ണമാവുകയാണ്. ഇവിടുത്തെ കാഴ്ചകളും അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് കരുതുന്നു. തീർച്ചയായിട്ടും ഈ ഒരു നേപ്പാളിൻ്റെ ഗ്രാമങ്ങളിലൂടെ ഇങ്ങനെ സഞ്ചരിക്കുമ്പോൾ നമ്മുടെ കേരളം വിട്ടല്ല എന്ന് തോന്നിപ്പോകുന്ന ചില നിമിഷങ്ങളും മനസ്സിലുണ്ടായിട്ടുണ്ട്. ഈ ഒരു യാത്രയിലുടനീളം പലപ്പോഴും ആളുകളുടെ പെരുമാറ്റം നല്ല രീതിയിൽ തന്നെയായിരുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് അവരിലൊരാളായി അല്ലെങ്കിൽ നമ്മുടെ ഒരു രാജ്യമൊക്കെ ആയി തോന്നുന്ന ഒരു നാട് തന്നെയാണ് നേപ്പാൾ എന്ന് പറയട്ടെ. അപ്പോൾ എന്തായാലും ഈ ഒരു സ്തൂപമൊക്കെ കണ്ട് തിരിച്ചുള്ള യാത്രയിലാണ് ഞാൻ. ശരിക്കും ചില സമയങ്ങളിലൊക്കെ ക്ഷീണിതനായിരുന്നു. പലപ്പോഴും പല ആളുകളുടെയും അവരുടെ എനർജറ്റിക് ആയിട്ടുള്ള പെരുമാറ്റവും അവരുടെ നമ്മളോടുള്ള ആറ്റിറ്റ്യൂഡുമൊക്കെ വീണ്ടും നമ്മളെ കൂടുതൽ ഉന്മേഷവാനാക്കുന്ന അവസരങ്ങളുണ്ടായി. അതുകൊണ്ട് തന്നെ ഈ ഒരു കുന്നിൻ മുകളിൽ നിന്ന് ഇറങ്ങുമ്പോൾ മനസ്സ് നിറഞ്ഞിട്ടാണ് ഞാൻ ഇറങ്ങിയത്. ഈ കാഴ്ചകൾ എന്നും എൻ്റെ മനസ്സിന് നിലനിൽക്കട്ടെ. നിങ്ങൾക്കും ഈ കാഴ്ചകൾ പുതുമകൾ നൽകുന്നതാണെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. കുറച്ച് ലോങ് വീഡിയോ ആണ് എന്നറിയാം, എന്നാലും ഇത് ഇങ്ങനെയാണ് അവസാനിപ്പിക്കാൻ പറ്റുള്ളൂ എന്ന് തോന്നിയത് കൊണ്ടാണ് ഇത്ര ലോങ് ആക്കിയത്. നിങ്ങൾക്ക് എന്താ പറയുക, ഫുള്ളായി കാണാൻ ഉദ്ദേശമില്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്കൊക്കെ വന്ന് ജസ്റ്റ് നോക്കി കാണാം എന്നതാണ് എനിക്ക് പറയാനുള്ളൊരു കാര്യം. അപ്പോൾ എന്തായാലും ഈ ഒരു യാത്ര എന്നെ സംബന്ധിച്ചിടത്തോളം ഇതിന് മുകളിലേക്ക് കയറി വന്ന് കുറേ നേരം ഞാനിവിടെ സ്പെൻഡ് ചെയ്തു. തിരിച്ച് ഞാൻ ഇറങ്ങി എൻ്റെ റൂമിലേക്ക് പോകുന്ന കാഴ്ചയാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്തായാലും നമ്മുടെ വീഡിയോ കുറച്ച് ലെങ്തിയായി, കുറച്ച് ബോറടിപ്പിച്ചു എന്ന് തോന്നുന്നു. എങ്കിലും തീർച്ചയായിട്ടും നല്ല വീഡിയോയുമായിട്ട് വീണ്ടും കാണാമെന്ന പ്രതീക്ഷയുണ്ട്. അപ്പോൾ എന്തായാലും നമ്മുടെ വീഡിയോ കാണുന്ന ആളുകൾ ഒന്ന് ഷെയർ ചെയ്യുക, നമ്മളെ സപ്പോർട്ട് ചെയ്യുക എന്ന് ഇടയ്ക്കിടയ്ക്ക് ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്. തീർച്ചയായിട്ടും നിങ്ങളുടെ സഹകരണമില്ലെങ്കിൽ എൻ്റെ യാത്ര അല്ലെങ്കിൽ എൻ്റെ വീഡിയോകൾ ആ ഒരു രീതിയിൽ നിങ്ങൾ എന്നെ ഏറ്റെടുക്കും അല്ലെങ്കിൽ നിങ്ങളിൽ ഒരാളായി ചേർക്കുമെന്ന ഒരു എന്താ പറയുക, ആ ഒരു ഫീലോടുകൂടി ഞാൻ ഈ ഒരു യാത്ര ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഈ കുന്നിൻ മുകളിലെ കാഴ്ചകൾ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ, ഇടയ്ക്കിടയ്ക്ക് വെള്ളി വീഴുന്നുണ്ട്, അതൊന്നും സാരമാക്കണ്ട, ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എന്തായാലും ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ എന്നെ ശ്രവിച്ചിരുന്ന എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്മകളുണ്ടാവട്ടെ എന്ന് ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ട് അപ്പോൾ ഈ ഒരു വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കട്ടെ. എല്ലാവർക്കും നന്ദി, നമസ്കാരം.